ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേ, കൈ നോക്കണ്ട കേട്ടോ, പെയിൻറ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ ഓരോന്ന് നടക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു മൂമെൻ്റാണ് നമുക്ക്. അപ്പോൾ എന്നെക്കുറിച്ച് ന്യൂസ് വരൽ തുടങ്ങിയിട്ട് 2016 ന്യൂസ് വരൽ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ന്യൂസ് വരൽ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തൊട്ടേ പബ്ലിക്കിന് തന്നെ അറിയാവുന്ന ഒരാളാണ്. ഞാനൊരു ചിത്രകാരിയാണെന്നും ചിത്രകാരി എന്ന് പറയാൻ പറ്റില്ല, കൃഷ്ണൻ്റെ ഫോട്ടോ ആണ് വരയ്ക്കാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അറിയപ്പെട്ടു തുടങ്ങിയത് 2016 തൊട്ടിട്ടാണ്. ജസ്റ്റ് ഡൗട്ടുള്ള ആൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ജസ്ന സലീം എന്നടിച്ചാൽ 2016 ഒരുവിധം എല്ലാ ഭാഷകളിലും എന്നെക്കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ എന്നോട് ഓരോരുത്തർ പറയുന്നൊരു സംഭവമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിലവിൽ ഫോക്കസ് ചെയ്യുന്നത് കണ്ണനെ മാത്രമാണ്. യൂട്യൂബിൽ വീഡിയോ ഇടാനും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണനെയാണ്. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ആവശ്യമില്ല, അതിനും കിട്ടുന്ന വരുമാനത്തിൻ്റെ താല്പര്യമില്ല എന്നുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ 2023 ഗുരുവായൂർ വിഷുവിന് പോയ സമയത്ത് ഗുരുവായൂർ തന്ത്രി പറഞ്ഞു, ജസ്ന യൂട്യൂബ് ചാനലിലൂടെ പൈസ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് യൂട്യൂബ് ചാനലില്ലല്ലോ, നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എനിക്ക് യൂട്യൂബ് ചാനലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്ത്രി മനേന്ന് ഇറങ്ങിയ സമയത്താണ് അതുൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബറെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, എന്തായിട്ടാ തങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇടാ എനിക്കതിന് ആവശ്യമില്ലടേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞു, നിങ്ങളെ വിട്ടിട്ട് എത്ര ആൾക്കാരാ പൈസ, മിക്ക ആൾക്കാരും പറയാറുണ്ട്, ജസ്റ്റ് ഞാൻ നിന്നെ വിട്ടിട്ട് എത്ര ആൾക്കാരാ പൈസ ഉണ്ടാക്കുന്ന, ഈ റിയാക്ഷൻ വീഡിയോ ഉത്തരാവുണ്ണിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്നെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നടേ. അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ തന്ത്രിയും അങ്ങനെ പറഞ്ഞു, അതിലും ഒക്കെ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് തുടങ്ങിക്കൂടെ. അപ്പം ഞാൻ ചിന്തിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുണ്ട്. കാരണം മതത്തിനെക്കുറിച്ച് പറയാൻ വരും, എന്നിട്ട് അതിൻ്റെ തെറി വിളിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ളത് അവരുടെ നാട്ടിലെ സ്പെഷ്യൽ തെറി വിളിക്കും, ഇവരുടെ നാട്ടിലെ സ്പെഷ്യൽ തെറി വിളിക്കും. അങ്ങനത്തെ ഒരു സമ്പ്രദായം തുടങ്ങി എൻ്റെ യൂട്യൂബിൻ്റെ അല്ല മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും താഴെയായിട്ട്. അപ്പം ഞാൻ എന്താക്കി, ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഏപ്രിൽ 14 ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പലരുടെയും പരാതിയാണ് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവരുടെയൊക്കെ പരാതിയും പരിഭവവും തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് അതിൽ കമൻ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയാ വെച്ചാൽ ഇവർ ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഇവർമാർക്ക് കമൻ്റ് ഇട്ടോട്ടെ, കമൻറ്റ് ട്രോളികൾക്കുള്ളൊരു ഇത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു കമൻ്റ് ഇടാനുള്ളൊരു സംഭവമായി അതെനിക്കൊരു ബെനിഫിറ്റ് ആവുകയും ചെയ്യല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അവിടുന്ന് ഗുരുവായൂർ നടേന്ന് ആണ് തുടങ്ങി. അപ്പം എന്ത് പേരിടണം എന്ന് ഉള്ളൊരു ഡൗട്ടായി. അപ്പം അതിൽ ഞാനും കുറേ ആലോചിച്ച്, അരുണും ആലോചിച്ച്, അപ്പം ജസ്ന സലീം തന്നെ പറഞ്ഞിട്ട് പേരിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്ന് കൊടുത്തു. അത് എനിക്ക് എങ്ങനെയാണ് ആ പേരെൻ്റെ വായിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗുരുവായൂർ നടയിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത്, അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് കമൻ്റ് ഇട്ടോട്ടെ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടാണ്, സോറി ഗൈസ് ഉറക്കം വരും, എന്നിട്ടാണ് ഞാൻ സംഭവം തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ ഏപ്രിലിൽ തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും മോണിറ്റേഷനായി. ജൂലൈ ആയപ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു. ഫസ്റ്റ് പേയ്മെൻറ്റ് എത്ര 12,000 രൂപ എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ 3 മാസം ആയപ്പോഴേക്കും എനിക്ക് പേയ്മെൻറ്റ് വന്നു കേട്ടോ. അപ്പം പിന്നെ ഓക്കെ, ഇത് കൊള്ളാലോ പരിപാടി എന്നുള്ള രീതിയിൽ പിന്നെ ഓരോരോ ഞാൻ ആദ്യമൊക്കെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം, ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ പോസ്റ്റ് ചെയ്യാറ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന റീൽ എടുത്തിട്ട്
യൂട്യൂബിൻ്റെ അകത്തേക്ക് പോസ്റ്റ് ചെയ്യും. അതായിരുന്നു എൻ്റെ പരിപാടി. വല്ലാതെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതായിരുന്നു എൻ്റെ നിലവിലുള്ള പരിപാടി. അപ്പം ലോങ് വീഡിയോസ് ആയിട്ടൊക്കെ ഇടൽ കുറവാണ്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ അല്ലേ, പിന്നെ ഇതിൻ്റെ മെത്തേഡ് ഓരോന്ന് മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ ഓരോന്നായിട്ട് മനസ്സിലായി വന്നു. ഓരോന്ന് ചെയ്യൽ തുടങ്ങി. അപ്പം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇന്നിപ്പം നോക്കിയപ്പം കണ്ണാ നിനക്കായി ബൈ ജിസ്ജ സലീം എന്നുള്ള യൂട്യൂബ് ചാനൽ, ഇത് വേറൊരു ഫോണിൽ നിന്നാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ കർത്താവേ എന്ത് കാണിക്കുന്നോ. എല്ലാം പോയി ഗൈസ്, എല്ലാം പോയി. അപ്പം വേറൊരു ഫോണിൽ നിന്ന് ഇട്ടോ അങ്ങനെ. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ 30,000 സബ്സ്ക്രൈബേഴ്സായി. ഒരു വർഷമായിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അത് വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെ. സോറി ഗൈസ്, ഞാനിപ്പോൾ ഇറങ്ങി വെക്കും. എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം യൂട്യൂബ് തുടങ്ങണമെന്നോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നിൽക്കണമെന്നോ, പക്ഷേ വേറൊരു കാര്യം ചെയ്യാൻ പറ്റി. ഞാനൊരു പാവപ്പെട്ടൊരു കുടുംബത്തെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ 2ാമത്തെ വരുമാനം വെച്ചിട്ട് ഞാൻ സഹായിച്ചു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതേപോലെ എനിക്ക് തുടർന്നും ചാരിറ്റി ആയിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കൈ ചെയ്യുന്ന മറുകൈ അറിയരുത് എന്നുള്ളൊരു രീതി ആയതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ടും കാര്യങ്ങളായിട്ടൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ 30,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം നിങ്ങളുടെ അടുത്ത് നന്ദി പറയണ്ടേ? നിങ്ങളല്ലേ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഒരു പ്രതീക്ഷയില്ലാത്ത എനിക്ക് ഇത്രത്തോളം പ്രതീക്ഷകളും തന്നിട്ട് മിക്കതും തെറിവിളികളാണ്. എന്നാലും അത് പോട്ടെ, തെറി വിളിക്കാൻ തരാനായിട്ടാരാളെ. അപ്പോൾ എന്ത് തന്നെ ആയാലും 30,000 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം യൂട്യൂബിൻ്റെ അകത്തായി എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള വഴികളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എനിവേ എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടി ഒരു താങ്ക്സ് പറയുകയാണ്. ഈ 29,999 ആൾക്കാർ നിങ്ങൾ പുറത്തുള്ളതാണ്, ഒന്ന് മാത്രമേ ഞാനുള്ളൂ. അപ്പോൾ 30,000-ൽ മാത്രമേ ഞാനുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളാണ്. നിങ്ങളെൻ്റെ ഫാമിലിയിലേക്ക് വന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി എന്ന് പറയുന്നത് വലിയ വാല്യുബിളായിട്ട് കണക്കാക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എനിക്ക് ഫാമിലി കുറവാണ്. എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്, കണ്ണം കാരണം കേട്ടോ. അപ്പോൾ കണ്ണം കാരണം തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒരു നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൈ ഞാൻ പറഞ്ഞില്ലേ നോക്കണ്ട, പെയിൻറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ 30,000 ആയതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ഓക്കെ, ടാറ്റാ.